ശ്രദ്ധിക്കുക. പാർട്ടിസിപ്പിയൽ ഫ്രേസ് എന്ന് വെച്ചാൽ ഒരാൾ ഏത് അവസ്ഥയിലാണ് അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ മേലെ അറിയിക്കുന്ന ഒരു ഫ്രേസാണ് പാർട്ടിസിപ്പിയൽ ഫ്രേസ്. ഓക്കെ, അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരുന്ന പാർട്ടിസിപ്പിയൽ ഫ്രേസ് മസ്റ്റ് റിഫർ ടു, അത് ഇറ്റ് ഷുഡ്, അതായത് അതെന്തായാലും അറിയിക്കണം ടു ദ ഗ്രമാറ്റിക്കൽ സബ്ജക്റ്റ്, ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ മേലെ അത് അറിയിക്കുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ വരും. ഉദാഹരണം നോക്കാം. വാക്കിംഗ് സ്ലോലി ഡൗൺ ദ റോഡ്, റോഡിൽ കൂടെ പതുക്കെ നടക്കുന്നതായ അവസ്ഥയിൽ, ആ നിലയിൽ ഹീ സോ എ വുമൻ. ഓക്കെ, അപ്പോൾ ഇവിടെ അയാളാണോ റോഡിൽ കൂടെ പതുക്കെ നടക്കുന്നത് അല്ല വുമനാണോ എന്ന ഒരു ചോദ്യം വരുമല്ലോ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഇങ്ങനെ തുടക്കത്തിൽ വാക്കിംഗ് സ്ലോലി ഡൗൺ ദ റോഡ് പോലെയുള്ള പാർട്ടിസിപ്പിയൽ ഫ്രേസ് വന്നാൽ അതെപ്പോഴും ആ സബ്ജക്റ്റ്, അതായത് ഇവിടെ സബ്ജക്റ്റ് ഹീ എന്നതാണ്. ഓക്കെ, വുമൻ എന്നുള്ളത് ഒബ്ജക്റ്റാണ്. ഹീ സോ എ വുമൻ, അപ്പോൾ ഹീ എന്ന സബ്ജക്റ്റിനെ പറ്റിയാണ് അത് അറിയിക്കുന്നത്. അതായത് അയാൾ റോഡിൽ കൂടെ പതുക്കെ നടക്കുന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്തത്, ആ സ്ത്രീയെ കണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വുമൻ എന്നതിനെ പറ്റി അറിയിക്കുന്നതാക്കണം ഈ പാർട്ടിസിപ്പിയൽ ഫ്രേസിന്. അപ്പോൾ എന്ത് ചെയ്യുക, ഹീ സോ അത് നേരെ അവസാനത്തിൽ കൊണ്ടുപോയി വെക്കുക. ആ പാർട്ടിസിപ്പിയൽ ഫ്രേസിനെ അവസാനത്തിൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ എന്താവും, അതായത് വുമൻ എന്നതിന് ശേഷം വരുന്ന അവസ്ഥയിൽ ഹീ സോ എ വുമൻ, അദ്ദേഹം ഒരു വുമനെ കണ്ടു. എങ്ങനെയുള്ള വുമൻ? ആ സ്ത്രീ ഏതവസ്ഥയിലായിരുന്നു? വാക്കിംഗ് സ്ലോലി ഡൗൺ ദ റോഡ്, റോഡിൽ കൂടെ പതുക്കെ നടക്കുന്ന ആ അവസ്ഥയിൽ. ഓക്കെ, അത് ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ, എന്നാൽ ഈ റൂൾ ഫോളോ ചെയ്യാത്തപ്പോൾ കുഴപ്പം പറ്റിയ കുറച്ച് സെൻറ്റൻസസ് നോക്കുകയാണ്. ഒരു 4 സെൻറ്റൻസ് നോക്കാം നമുക്ക്. എന്നിട്ട് ആ സെൻറ്റൻസസ് നമുക്ക് കറക്റ്റ് ചെയ്യണം. ഓൺ അറൈവിങ് ഇൻ ഷിക്കാഗോ, ഷിക്കാഗോയിലെത്തുന്നതായ നിലയിൽ, ആ അവസ്ഥയിൽ ഹിസ് ഫ്രണ്ട്സ് മെറ്റ് ഹിം അറ്റ് ദ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അദ്ദേഹത്തെ കണ്ടുമുട്ടി. അപ്പോൾ ഫ്രണ്ട്സാണോ ഷിക്കാഗോയിൽ അറൈവ് ചെയ്യുന്നുണ്ടായിരുന്നത്, അതല്ല അയാളാണോ ഷിക്കാഗോയിൽ അറൈവ് ചെയ്യുന്നത് എന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ പാർട്ടിസിപ്പിയൽ ഫ്രേസിനെ നമ്മൾ മാറ്റും. വെൻ ഹി അറൈവ്ഡ് ഇൻ ഷിക്കാഗോ, അദ്ദേഹം ഷിക്കാഗോയിൽ അറൈവ് ചെയ്ത സമയത്ത്. ഓക്കെ, അല്ലെങ്കിൽ ഓൺ ഹിസ് അറൈവൽ, അദ്ദേഹത്തിൻ്റെ അറൈവലിൻ്റെ സമയത്ത് ഹിസ് ഫ്രണ്ട്സ് മെറ്റ് ഹിം അറ്റ് ദ സ്റ്റേഷൻ എന്ന് തിരുത്തി നമ്മൾ അതിനെ ക്ലിയറാക്കി. ഇനി ഒരു നോക്കാം. എ സോൾജർ ഓഫ് പ്രൂവ്ഡ് വാലർ, ധീരത തെളിയിക്കപ്പെട്ട ഒരു സോൾജർ, കോമ ദേ ആണ് സബ്ജക്റ്റ്, എൻട്രസ്റ്റഡ് ഹിം. അപ്പോൾ നമുക്കറിയാം ഇത് സിംഗുലർ ആയതുകൊണ്ട് ആ സോൾജറിനെ പറ്റിയാണ് ഇത് പറയുന്നത് നമുക്കറിയാം. പക്ഷെ എന്നാലും അത് ശരിക്കും അതിപ്പോൾ അതേനെ പറ്റിയാണ് ആ പാർട്ടിസിപ്പിയൽ ഫ്രേസ് ശരിക്കും അറിയിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ സെൻറ്റൻസിനെ തിരുത്തി. എ സോൾജർ ഓഫ് പ്രൂവ്ഡ് വാലർ, കോമ ഹീ വാസ് ഇൻട്രസ്റ്റഡ്. അപ്പോൾ ഹീ വാസ് ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഹീ ആണ് സബ്ജക്റ്റ്, അദ്ദേഹമാണ് സബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മളതിനെ തിരുത്തി അത് കറക്റ്റ് ചെയ്ത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് ശരിക്കും പെട്ടെന്ന് നമ്മൾ പ്രഥമ ദൃഷ്ട്യാ ഇത് തെറ്റായ അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റൂള് നിലനിൽക്കുന്നത്. യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ്, പ്രായം കുറവാണ്, എക്സ്പീരിയൻസും കുറവാണ്. ആ അവസ്ഥയിൽ ദ ടാസ്ക് സീംഡ് ഈസി ടു മീ, എനിക്ക് ടാസ്ക് എളുപ്പമായി തോന്നി. അപ്പോൾ ശരിക്കും ടാസ്ക് അല്ല യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ്, ഞാനാണ്. അപ്പോൾ അതിന് തിരുത്തി യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് അതായത് ഞാൻ സബ്ജക്റ്റാണിപ്പോൾ. തോട്ട് ദ ടാസ്ക് ഈസി, ടാസ്കിനെ എളുപ്പമായി ഞാൻ കരുതി. വിത്തൗട്ട് എ ഫ്രണ്ട് ടു കൗൺസിൽ ഹിം, അദ്ദേഹത്തെ ഉപദേശിക്കാൻ ഒരു ഫ്രണ്ടും ഇല്ലാതെ ദ ടെംപ്റ്റേഷൻ പ്രൂവ്ഡ് ഇറസിസ്റ്റിബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ടെംപ്റ്റേഷനാണ് കൗൺസിൽ ചെയ്യാൻ ഫ്രണ്ട് ഇല്ലാത്ത എന്ന അർത്ഥം ശരിയല്ലെങ്കിലും, നമ്മൾ അങ്ങനെ ചിന്തിക്കില്ലെങ്കിലും അവിടെ അങ്ങനെയാണ് അത് ആ റൂൾ അനുസരിച്ച് പോകുന്നത്. അതിലേക്കാണ് ആദ്യം പോവുക. അതുകൊണ്ടാണ് ഹീ ഫൗണ്ട് ദ ടെംപ്റ്റേഷൻ എന്നാക്കി മാറ്റി അയാളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്ജക്റ്റ് ആക്കി ആ സെൻറ്റൻസിനെ കറക്റ്റ് ചെയ്യുന്നത്.
ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ